ഇനിയൊരു കാര്യം പറയട്ടെ. 135 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന്, അല്ലേ? അത് അടുത്ത ഒരു 10 വർഷത്തിനകത്ത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഈ 135 കോടി ജനങ്ങളിൽ 78% ജനങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ടെന്നാണ് കണക്ക്. മൊബൈൽ ഉണ്ട്, അത് ഏത് തരത്തിലുള്ള മൊബൈലായിക്കോട്ടെ. ഈ 78%-ത്തിൽ 60% മൊബൈലുകളും ഡ്യുവൽ സിമ്മാണ്, അതായത് 2 സിം കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ് ഉള്ളതെന്നാണ് കണക്ക്. അപ്പോൾ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ, എത്ര പേര് ഉപയോഗിക്കുന്നു. ഇപ്പം മൊബൈൽ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല, മൊബൈൽ ഇല്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ള സ്ഥിതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പല തരത്തിലുള്ള മൊബൈലുകളാണ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിൽ ഏത് മൊബൈലാണ് ഒരു വ്യക്തിക്ക് സ്യൂട്ടബിളായിട്ടുള്ളത്, ഏത് മൊബൈൽ വാങ്ങിക്കണം, നമ്മുടെ പർപ്പസ് എന്താണ്, നമുക്കത് കൊണ്ട് എന്താ ഗുണം, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ ആ മൊബൈൽ നിറവേറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം ഒരു മൊബൈൽ വാങ്ങിക്കാൻ. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കൂടിയ മൊബൈൽ വാങ്ങിച്ചു, കൂടിയ ക്യാമറ ഉള്ളത് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മൊബൈൽ കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അത് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കി വേണം നമ്മുടെ ഒരു മൊബൈൽ തിരഞ്ഞെടുക്കുവാൻ എന്ന് അർത്ഥം. ഇപ്പോൾ ധാരാളം മൊബൈൽ കിട്ടുന്നുണ്ട്, കൂടിയ മൊബൈലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അത് ഇയർഫോൺ വെച്ച് ഉപയോഗിക്കുക എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് കേടാണ്. അതുകൊണ്ട് ഇയർഫോൺ വെച്ച് വേണം മൊബൈൽ ഉപയോഗിക്കാൻ. അത് വളരെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയത്തിലോട്ട് വന്നത്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 24% ആൾക്കാർക്ക് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ.